നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് നടപ്പിലാക്കിയാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുന്ന 2 രാജ്യങ്ങൾ അത് ഇന്ത്യയും ബ്രസീലുമായിരിക്കും. സിറിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിന്റെ താഴെ മാത്രമേ വരൂ. അങ്ങനെ ഇന്ത്യയെ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ച് ട്രംപ് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വഴികൾ എന്തൊക്കെയാണ്? കീഴടങ്ങുക ഇന്ത്യയുടെ മുമ്പിലുള്ള ഓപ്ഷൻ അല്ല. കാനഡയ്ക്കും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ ട്രംപിന്റെ ഉഗ്രശാസനയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. മോദിയും ബ്രസീലിയൻ പ്രസിഡന്റ് ലുലിയും ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ച് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ലുലി ഏറെ വൈകാതെ ഇന്ത്യ സന്ദർശിക്കും എന്നും ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചൈനയിലേക്കുള്ള മോദിയുടെ യാത്ര ചരിത്രത്തിലെ വഴിത്തിരിവായി മാറും. ചൈനയുടെ ഇന്ത്യൻ അംബാസിഡർ ഇന്നലെ ട്രംപിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നപ്പോൾ കടുത്ത നിലപാടെടുത്തവരൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി രംഗത്ത് വരികയാണ്. അങ്ങനെ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുള്ള ഒരു ശക്തമായ അച്ചുതണ്ട്. ആ അച്ചുതണ്ടിന് അമേരിക്ക ആശ്രയിക്കുന്ന സൗദിയും UAE സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നോർക്കണം. ഈ ബ്രിക്സ് എന്ന് പറയുന്ന ആശയം തന്നെ അങ്ങനെയാണ്. 11 രാജ്യങ്ങളാണുള്ളത്. ഇന്ത്യയും ചൈനയും ബ്രസീലും റഷ്യയും ചേർന്നായിരുന്നു 2001 ബ്രിക്കിന് തുടക്കമിട്ടത്. സൗത്ത് ആഫ്രിക്കയെ കൂടി ചേർത്ത് ബ്രിക്സ് ആക്കി 2010. 2023-24 കാലഘട്ടത്തിൽ 6 രാജ്യങ്ങൾക്ക് കൂടി പ്രവേശനം നൽകി. സൗദി അറേബ്യയും UAE ഇറാനും ഈജിപ്തും എത്യോപ്യയും ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ ഭാഗമായി. ലോക ജനസംഖ്യയുടെ 49%, GDP-യുടെ 39%, ലോക വ്യാപാരത്തിന്റെ 23% ഈ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നു. ഈ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി ഒരുമിച്ച് നിന്ന് പോരടിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ അടുത്ത തന്ത്രം. അതുകൊണ്ടാണ് ഒരു ബ്രിക്സിന്റെ ഒരു സ്വതന്ത്ര കറൻസി എന്ന ആശയം പോലും രൂപപ്പെട്ടത്. ബ്രസീൽ 2023 മുമ്പോട്ട് വെച്ച ആശയം ബഹുദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ല. ഈ രാജ്യങ്ങളൊക്കെ ജിയോ പൊളിറ്റിക്കലി ഡിഫറന്റ് ആയതുകൊണ്ട് ഇപ്പം യൂറോസോൺ ഒരുമിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ബ്രിക്സിലുള്ള രാജ്യങ്ങളൊക്കെ പല ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്നത് കൊണ്ട് എത്രമാത്രം പ്രായോഗികം എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ പോകുന്നതാണ്. അതുകൊണ്ട് ബ്രിക്സിന് പുതിയ കറൻസി സാധ്യമല്ലെങ്കിലും ഏതെങ്കിലും ഒരു കറൻസിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഡോളറിന് പകരമായി വ്യാപാരത്തിന് അടിസ്ഥാനമാക്കുക എന്ന ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശക്തമായ UAE-യുടെ ദിറം അതെടുത്ത് ലോക വ്യാപാരത്തിന് വേണ്ടി ബ്രിക്സ് രാജ്യം കൊണ്ട് നാണയമാക്കുക. ഡോളറിലുള്ള കച്ചവടം നിർത്തി ദിറത്തിൽ കച്ചവടം നടത്തി. ഇപ്പോൾ തന്നെ റഷ്യയുമായുള്ള ഇടപാട് ദിറമാണ് കറൻസിയായി വരുന്നത്. ഇത്തരത്തിലുള്ള ബദൽ ചർച്ചകൾ ശക്തിപ്പെടുകയാണ്. ബ്രിക്സിന് മാത്രമായി ഒരു കറൻസി ഉണ്ടായില്ലെങ്കിലും ഏതെങ്കിലും ശക്തമായ ഒരു കറൻസിയിലേക്ക് മാറുക എന്ന ആശയത്തിന് കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുന്നു.